ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഞാനും കിച്ചൂട്ടിയും കൂടെ എല്ലാവരും ഉറങ്ങുവാണ്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, സുജ. അപ്പോൾ അവൾ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ബാംഗ്ലൂരാണ്. നമ്മൾ കണ്ടിട്ട് ഓൾമോസ്റ്റ് 4.5 years ആയി. അപ്പോൾ നമ്മൾ പകുതി വഴിയിൽ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ലഞ്ചാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ ക്യാബിൽ കയറി. നമ്മൾ രാവിലെ എണീറ്റ് ഫുൾ സെറ്റായി റെഡിയായി. ഇപ്പം ഇന്നലെ രാവിലെ അല്ല കേട്ടോ, 11:30 ആയിട്ടുണ്ട്. ഇന്നലെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നമുക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് കിച്ചൂട്ടിക്കോ? അതെ, നല്ല തലവേദന. അവൾക്കും ഭയങ്കര തലവേദനയായിരുന്നു. സോ അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു ലഞ്ച് പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. നോർമലി ഉള്ള പോലെ അത്ര ബ്ലോക്കില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് 45 minutes ഉണ്ട്. ഇന്ദിരാനഗറാണ് നമ്മൾ പോകുന്ന മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകുന്ന ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം. പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ഒന്നും കൂടെ സന്തോഷം. അപ്പോൾ എനിക്ക് അവളുടെ വെഡ്ഡിങ്ങും കൂടാൻ പറ്റിയില്ല, ബിക്കോസ് അത് 2025 എൻ്റെ വെഡ്ഡിങ്ങിനും അവൾക്ക് വരാൻ പറ്റിയില്ല, ബിക്കോസ് അവരുടെ വീട്ടിലൊരു മരണം നടന്നുകൊണ്ട് അവർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും വെഡ്ഡിങ്ങിന് കാണാമെന്ന് വെച്ചാൽ അതും നടന്നില്ല. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. എന്തായാലും ഒരു 45 minutes നമ്മൾ ഈ ക്യാബിൽ തന്നെ ഉണ്ടാവും. നമ്മളാണെങ്കിൽ ബ്ലോക്കിൽ പെട്ടിരിക്കുക ഫുള്ള്. നമുക്ക് ബാംഗ്ലൂർ ബ്ലോക്ക് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്ന സാധനമല്ല. നമ്മളുണ്ടല്ലോ അവളെ വെയിറ്റ് ചെയ്ത്, നമ്മളിവിടെ എത്തി ലൊക്കേഷൻ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 5 minutes പറഞ്ഞിരിക്കുക. ഞാൻ നിനക്ക് ഫ്ലവർ വാങ്ങാൻ വേണ്ടി ായിരുന്നു. നമ്മളിവിടെ എത്തി. സോ ദിസ് ഈസ് സുജ, മൈ സണ്ണിച്ചൻ. നമ്മളൊരു 4 years കഴിഞ്ഞിട്ട് വന്ന്. ഞാൻ ഓൾറെഡി ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഫ്ലവർ വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഷീ സർപ്രൈസ്ഡ് മീ വിത്ത് യെല്ലോ ഫ്ലവർ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇവള് പറയുന്നത് എനിക്ക് ഭയങ്കര ചേഞ്ചസ് ആണ്, ഞാൻ ഭയങ്കര ചേഞ്ച് ആയി എന്ന് പറയുന്നത്. ആണോ? എടി ഞാൻ ഓക്കെ സുജ, ലൈക്ക് ഞാൻ സുജ എന്നങ്ങനെ വിളിക്കാറില്ല, സണ്ണിച്ച എന്നാണ് വിളിക്കുന്നത്. സണ്ണിച്ച എനിക്ക് ഭയങ്കര ചേഞ്ചസ് ആണോ? അതെ. ആണോ? ഞാൻ ഭയങ്കര ഒതുങ്ങിപ്പോയെന്ന് അവള് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ചിലപ്പോൾ വലുതായതിന്റെ ആയിരിക്കും. നമ്മളൊരു 4 വർഷം കഴിഞ്ഞില്ല. നല്ല ചേഞ്ചസ് ആണ്, നല്ല ചേഞ്ചസ് ആണോ? നിനക്കും നീ നല്ലോണം ഒതുങ്ങി. നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഭയങ്കര തെറിച്ച് നടക്കുന്ന പിള്ളേരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ച വെച്ച് സംസാരിക്കുന്ന പിള്ളേർ. ഇപ്പം ഭയങ്കര ഓക്കെ. നമ്മൾ രണ്ടിനെയും കല്യാണം കഴിഞ്ഞുകൊണ്ടായിരിക്കാം ഭയങ്കര കാഷ്വൽ അല്ലേ? ഭയങ്കര കാഷ്വലായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, പക്ഷേ അത് മാറായിരിക്കും കുറച്ചും കൂടെ നേരെ ഇരുന്ന് കഴിയുമ്പോൾ. പക്ഷെ എനിക്ക് ഒരുപാട് വർഷം കഴിഞ്ഞ് കണ്ടൊരു ഫീലൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ അയ്യോ താങ്ക് യു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അവൾ എനിക്ക് യെല്ലോ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വന്നപ്പോഴേ എനിക്ക് കണ്ണ് നിറഞ്ഞു. പിന്നെ നിനക്ക് യെല്ലോ ഇഷ്ടമാണ്, എനിക്കറിയാമോ. അതിപ്പോൾ എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് മാറ്റം വന്നെന്ന്. കാര്യം ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. നീ പറ. അല്ല, നീ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ നോക്കാം. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ആഫ്റ്റർ എത്ര ഇയേഴ്സ് ആടി? 4 years. ആഫ്റ്റർ 4 years. മൈക്ക് വെക്കാൻ വേണ്ടത് ഇങ്ങനെ ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓക്കെ, നമ്മൾ കണ്ടുമുട്ടിയത് പറയാം. ഓക്കെ, ഞാൻ ഇവളെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇന്റർവ്യൂ വെച്ചായിരുന്നു. സോ ഇവളെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ചോദിച്ച ചോദ്യം നാട്ടിലെവിടെയാണ്, മലയാളിയല്ലേ എന്ന്. അത് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും ഭയങ്കര ആഗ്രഹം. ഇച്ചിരി നേരം തന്നെ രണ്ടുപേരും അല്ല, നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്സ് ആയിരുന്നു. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര എക്സ്ട്രോവേർട്ട്, എന്നേലും എക്സ്ട്രോവേർട്ട് ഒരാളായി ഞാൻ കണ്ടുമുട്ടിയെന്നായിരുന്നു. പക്ഷെ ഇവള് വിചാരിച്ചത് നീയായിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഇവള്. എന്ന് വെച്ചാൽ എപ്പോ ഉണ്ടെങ്കിലും
ആ പ്ലേസ് ഭയങ്കര വൈബിൽ വെക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു എന്നേലും ഇവളാണെന്നാണ്. പക്ഷെ നമ്മളെങ്ങനെ പറയും, എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ഒരു 2 hours ഉണ്ടായിരുന്നു. ആ 2 hours മുഴുവൻ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റോറി മുഴുവൻ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലെ ഒന്നും നമുക്ക് തോന്നിയില്ല. സ്റ്റോറി ആരോടും പറയാത്ത സ്റ്റോറിയൊക്കെ അന്ന് ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയാന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം നമ്മള് പിന്നെ ഇടയ്ക്ക് മീറ്റ് ചെയ്യും. പക്ഷെ ഇടയ്ക്ക് മീറ്റ് നമ്മൾ മീറ്റ് ചെയ്തോ? കോൾ ചെയ്യും. അത് എപ്പോഴും അല്ല, നമ്മൾ കപ്പലണ്ടി മുട്ടായി കഴിച്ചിട്ട് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോൾ ചെയ്യും, നല്ല കോൾ ചെയ്ത് ഒരു 1 hour 2 hour നമ്മളിങ്ങനെ സംസാരിക്കും. നമുക്ക് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കും. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ നേരത്താണ് ഞാൻ സർപ്രൈസ് ചെയ്തു. ഇവിടെ വന്നിട്ട് അത് 15 മിനിറ്റ്സ് നമ്മൾ കണ്ടുള്ളൂ. പിന്നെ ഫുൾ കോൾസ് ആണ്. എൻ്റെ ലൈഫിൽ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്ന് ഒരാളെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എപ്പോൾ വിളിച്ചാലും ഒക്കെ ഫോൺ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാളാണ്. അല്ല, ഇവളുടെ ഞാൻ ഒരു കാര്യം പറയേണ്ടത്, നോ മാറ്റർ ഇവൾ UK ലാണെങ്കിൽ പോലും, ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറയും, ഇവൾ UK ലാണെങ്കിൽ പോലും എൻ്റെ ബർത്ത്ഡേ ഒരു തവണ പോലും മിസ് ചെയ്യാതെ എക്സാക്ട് 12 o'clock, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവൾ UK ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന അതൊരു പോയിന്റ് ആയിട്ടോ, കറക്റ്റ് 12 o'clock എൻ്റെ 6 കോൾ വരുമോ എനിക്കറിയായിരുന്നു. തെരേസ ഉറപ്പായിട്ട് എന്നെ 12 o'clock വിളിക്കുമെന്ന്. അല്ല, ഈ പ്രശ്നം വിളിച്ചില്ല. ഈ പ്രശ്നം ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. ഈ പ്രശ്നം ഞാൻ വിളിച്ചില്ല, അത് എന്റെ തെറ്റാണ്. അവൾ എന്താ വിളിക്കാത്തത് തന്നെ സോറി കേട്ടോ ഗൈസ്, ഞാൻ ഇവളുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊന്നും അതുകൊണ്ടല്ല. പക്ഷെ ഞാൻ നിന്നെ വിഷ് ചെയ്തു. വിഷ് ചെയ്ത് 12 o'clock വിഷ് ചെയ്തില്ലെന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ ബാക്കി ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടിട്ട് 7 വർഷമായി. ഈ 7 വർഷം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷം എനിക്ക് ഇവളെ കണ്ടപ്പോൾ. എനിക്കിപ്പോൾ വരുന്ന വഴിയാണെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര നെഞ്ചിടിക്കായിരുന്നു. ആളെ കാണുമ്പോൾ നമ്മളിങ്ങനെ ലവേഴ്സിനെയൊക്കെ കാണാൻ പോയില്ല, അതേ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടതിൽ. പിന്നെ നമ്മൾ 3rd ടൈം കാണുന്ന പറഞ്ഞാൽ സർപ്രൈസ് ചെയ്തു. UK പോകുന്നതിന് മുന്നേ ഞാൻ ഇവളെ വന്ന് സർപ്രൈസ് ചെയ്തു. അതിന്റെ വീഡിയോ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ 2022 പോസ്റ്റ് നോക്കിയാൽ അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഓൾ ഓഫ് സഡൻ ഇന്നലെ പറഞ്ഞു ലെറ്റ്സ് മീറ്റ് ടുമോറോ എന്ന്. പ്ലാൻ ചെയ്താൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കാണാം. പക്ഷെ അതിങ്ങനെയായി. വന്നപ്പോഴേ ഒരു നല്ല ഫീലിംഗ് അല്ലേ, ആഫ്റ്റർ ലോങ് ടൈം ഇഷ്ടമുള്ള ഒരാളെ കാണുക, പിന്നെയും നമ്മുടെ ഓൾഡ് മെമ്മറീസ് ഓർക്കുക. അത് ഭയങ്കര ഫീലാണ്. ലിപ്സ്റ്റിക് ഒന്നും കുഴപ്പമില്ല, അത് ബ്ലഷ് ആണെന്ന് വിചാരിച്ചോളും. അപ്പം ഞങ്ങള് നേരത്തെ കാണുമ്പോൾ ഞങ്ങൾ സിംഗിൾസ് ആയിരുന്നു. ഇപ്പൊ നമ്മള് മാരീഡ് ഗേൾസ് ആണ്. പക്ഷെ അങ്ങനെ തോന്നൂല അല്ലേ, രണ്ടുപേരും മാരീഡ് ആണ്. പക്ഷെ അങ്ങനെ തോന്നൂല. അപ്പൊ ബാക്കി നമ്മള് ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് മറന്നുപോയല്ലോ കേട്ടോ, നമ്മുടെ കൊച്ചുണ്ട്, അവളെല്ലാം കേട്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. കുറച്ച് കാര്യങ്ങള് പിന്നെ ട്രിപ്പ് പോകാനായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അങ്ങനെയായിരുന്നു രസം. അവര് തന്നെ നമ്മളെ ഇൻസെക്യൂർ ചെയ്യുക, നമ്മുടെ ദോഷമാണെങ്കിൽ. കേരള കല്യാണം നല്ല രസമായിരുന്നു. എനിക്കൂടെ കല്യാണം കൂടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അടിപൊളിയായിരുന്നേ. വേറൊരു ബ്രൈഡ്സ്മെയ്ഡ് ആയിരിക്കുന്നു, അവൾക്ക് വരാൻ പറ്റില്ല. സൂപ്പർ അല്ലേ? കുടിച്ചാ നീ പറയും എനിക്ക് വേണമെന്ന്. ഇതുപോലെ കോഫി കുടിക്കുന്നതിന് അന്ന് പറഞ്ഞുകൂടെ പറയാം. നമ്മൾ ഓൾറെഡി നമ്മുടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കഫേയിൽ വന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ള 3 hours ആയിട്ടുണ്ട്. നമ്മൾ എന്ത് സംസാരിച്ച് എത്രത്തോളം സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല. സംസാരിച്ച് ടൈം പോയതും അറിയത്തില്ല. സോ നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ എന്നാ മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് ഉടനെ ചിലപ്പോൾ മീറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടാണ്.
അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഞാനും കിച്ചുട്ടി നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം നമുക്ക്. നമ്മളപ്പോൾ ക്യാബ് പിടിച്ചു. ഇപ്പം നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവാണ്. കാര്യം കിച്ചൂട്ടിക്ക് കുറച്ചിങ്ങനെ എന്താ എന്താ പറയുക, സ്ട്രീറ്റിൽ നടന്ന് കുറച്ചിങ്ങനെ അങ്ങനത്തെ ഇതൊരു എന്താ പറയുക വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, അവൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നേ. അപ്പോൾ അവൾക്ക് അങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ സ്ട്രീറ്റിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നേരെ പോകുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ്. ലേറ്റായി ഓൾറെഡി, ഞങ്ങൾ 3:30 ആയി. അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് നിർത്തില്ല, ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് റൈഡേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. എനിക്ക് എപ്പോഴും എന്താ ആഗ്രഹം എന്ന് പറയുമ്പോൾ, ഞാൻ ആ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പോകുന്നൊരു പള്ളി ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ഇപ്പോൾ ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തായാലും അവിടെ ഫസ്റ്റ് പോയിട്ടായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം ട്രാഫിക് ഇല്ലാത്ത റോഡിൽ കൂടെ പോകുന്ന പെട്ടെന്ന് എത്തും എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമേ. This one? This one 295. പൂരപ്പറമ്പിൽ 50 രൂപയ്ക്ക് മേടിച്ചതാ. ഇവിടെ ചോദിച്ചു നോക്കി വിളക്ക് എത്രയാണ്. कितना? 200. അവിടെ ഇത് തന്നെയായിരുന്നോ? അവിടെ 295. അപ്പോൾ ഇനി റേറ്റ് പറയും. നമ്മളിങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. പക്ഷെ ആ പള്ളി, എനിക്ക് സ്ഥലങ്ങളൊക്കെ ഞാൻ മറന്നു പോയ പോലെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല എവിടെയാണെന്ന്. ഇനി വഴിതെറ്റിപ്പോയൊന്നും എനിക്കറിയത്തില്ല. നോക്കാം. നിങ്ങളുടെ കിച്ചുടിക്ക് സാരി, കിച്ചുടി ഒരു കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുക. അല്ലല്ല, ഇത് സെക്കൻഡ്. ഹലോ, വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടി ഇത് നോക്ക് കിച്ചുട്ടി, ഇത് വേണോ നിനക്ക്? എടുത്തേ ഇവിടെ നോക്ക്, നിനക്ക് വേണമെന്ന് പറഞ്ഞത് ആയിരുന്നു ഞാൻ പറഞ്ഞ പള്ളി. ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരുന്ന റാണിമമ്മിയായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ പള്ളിയിലായിരുന്നു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ കിച്ചുട്ടി ഹാപ്പിയാണോ? ഹാപ്പിയാ. നല്ല ടയേർഡായി, കാരണം ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട് ഷോപ്സ്. എന്ത് വാങ്ങണമെന്ന് പകുതി നമ്മളുണ്ടല്ലോ ഉച്ച കഴിഞ്ഞ് കൂടെ വന്നതുകൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് കവർ ചെയ്തു. പള്ളിയിൽ വരെ പോയി, എല്ലാം നമ്മൾ കവർ ചെയ്തു. പിന്നെ ഇനി നാളെ നമ്മൾ കുറച്ച് വേറൊരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു വന്ന കാര്യങ്ങളെല്ലാം നടത്തി. പള്ളിയിൽ പോയതിന് കിച്ചുട്ടി ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമ്മൾ പിന്നീട് കാണിക്കാം. മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. കിച്ചുട്ടി എൻ്റെ കൂടെ കൂടി ഒരു വ്ളോഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ഇപ്പോൾ 6 o'clock ആയി. ഓക്കെ, ഈവനിങ്. ഞങ്ങളുടെ ഫേസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയ പോലെ ഒന്നല്ല ഇരിക്കുന്നത്. തിരിച്ച് നമ്മളിപ്പം ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അവിടെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ അച്ചുചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ വേഗമാന്ന് പറഞ്ഞു. പക്ഷേ ഈ ബാംഗ്ലൂരത്തെ ബ്ലോക്കും കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തുമ്പോൾ 7-7:30 ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഐ ആം സോ ഹാപ്പി. നമ്മുടെ ഇന്നത്തെ ഡേ അല്ലേ, ഇനി നാളെ നീ ഇതിൽ എൻജോയ് ചെയ്യും. നാളെ ഇനി നമ്മൾ രാവിലെ എണീറ്റാലേ നടക്കത്തുള്ളൂ. 7 മണിക്ക് എണീറ്റിട്ട് പോകും, നടന്നാൽ മതി. അതെ. അപ്പം എന്തായാലും ഈ ബ്ലോക്ക് കഴിഞ്ഞ് എത്തട്ടെ. കാര്യം ഞങ്ങൾ ഭയങ്കര ടയർഡാണ്. ഞങ്ങൾക്ക് ഇന്ന് മതിയായില്ല ഇവിടെ നിന്ന്. അതെ, ഞാൻ വാന്ന് വിളിച്ചിട്ട് അവൾ വന്നില്ല. ബിക്കോസ് ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം വിചാരിച്ചു നാളെ രാവിലെ എണീറ്റ് പോകാമെന്ന്. ഓക്കെ, നാളെ രാവിലെ നമ്മൾ ചിക്ക്പേട്ടിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ എണീറ്റ് നമ്മൾ പോകും, പക്ഷേ നമ്മൾ എണീക്കും. അയ്യോ, എൻ്റെ മാല, കർത്താവേ, ഞാനവിടെ എൻ്റെ മാല കാണുന്നില്ലെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. കാര്യം ഞങ്ങൾക്കൊന്ന് ഒന്ന് സെറ്റിലായി പിന്നെ വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷ് ആവണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷം കാണിക്കാം. Oh my God! ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം രണ്ടാമത് കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഹായദ് ബ്രോനാണ്. ആക്ച്വലി ഹായദ് ബ്രോ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ബട്ട് സ്റ്റിൽ
ഞാൻ ബാംഗ്ലൂർ എൻ്റെ 21ാമത്തെ വയസ്സിൽ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവർക്കൊക്കെ ഒരു 10, 26, 27 വയസ്സുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് തന്ന ആ ഒരു അനിയത്തി ഫീൽ തന്നെയാണ് ഇന്നും അവർ അതേ ഒരു കണക്ഷൻ കീപ്പ് ചെയ്ത് ഈ ഒരു 7 വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സ്റ്റിൽ എവിടെ നമ്മൾ അവസാനിപ്പിച്ചോ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് വർഷം കാണാതിരുന്ന ഒരു ഫീലൊന്നും ഇല്ല. അന്നും ഇന്നും എപ്പോഴും അതേപോലെ തന്നെ അവർ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഞാനിങ്ങനെ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവർക്ക് ചിപ്സൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഞാൻ ഭയങ്കര ചെറുതായിരുന്നു, ഇവരെന്നെ ഭയങ്കര ഒരു സിസ്റ്റർലി ഫീലിംഗ് തന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഐ എം സോ ഹാപ്പി ഹൈദരാബാദിനെ മീറ്റ് ചെയ്തത്. ഐ എം വെരി ഹാപ്പി. He don't understand, okay, but I'm saying that I'm very happy. Even I also happy, very much happy. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9 o'clock. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തെറിക്കണം. ചെറുതായിട്ട് എൻ്റെ കൂടെ കിച്ചൂട്ടിയുണ്ട്. കിച്ചൂട്ടി എൻ്റെ കൂടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമായിരുന്നു. മന്തി കഴിച്ചു. ഇറ്റ് വാസ് സോ ഡെലിഷ്യസ്. ബൈ, സീ യു നെക്സ്റ്റ് ടൈം.